ഹായ് ഓൾ. അപ്പം ഇന്ന് തേഴ്സ്ഡേ ആയിട്ട് രാവിലെ ഉമ്മയുടെ ഒരു പണ്ടൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ലേഹ്യം പ്രിപ്പയർ ചെയ്തു. ഉലുവ, കോക്കനട്ട് മിൽക്ക്, പാം ജാഗരി, കരിപ്പൊട്ടി ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പാൻ വെച്ചിട്ട് നമ്മൾ ഉലുവ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തു. ഒരു 5-6 വിസിലൊക്കെ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ട് അത് ഈ വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വറുത്ത് കൊടുത്തു. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ലേഹ്യം കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 100 ഗ്രാം നെയ്യ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഒരു തേങ്ങ ഫുള്ള് ഉണ്ടായിരുന്നു, അത് മൊത്തവും തേങ്ങാപ്പാലാക്കി അത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ബ്ലഡ് ഉണ്ടാവും, അയണിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് നല്ലതാണ്. പിന്നെ നമ്മുടെ മെൻസ്ട്രുവൽ പീരീഡ്സൊക്കെ ഇറഗുലർ ആയിട്ടുള്ളവർക്ക് നല്ലതാണ്. പിന്നെ ഡെലിവറി കഴിഞ്ഞവരുടെ നീര് മാറാനായിട്ട്, അവരെ ജോയിൻറ്റ് പെയിൻസ് മാറാനായിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജാഗരി നന്നായിട്ട് അരിച്ച് തന്നെ അതിനകത്ത് ചേർത്ത് കൊടുത്തു. ജാഗരി എന്ന് പറഞ്ഞാൽ കരിപ്പട്ടിയാണ് കേട്ടോ. അത് ഒഴിച്ച് നമ്മുടെ വണ്ണമൊക്കെ കുറയും കേട്ടോ, നല്ല നീരൊക്കെ വറ്റി. എസ്പെഷ്യലി ഇത് പ്രഗ്നൻസി കഴിഞ്ഞുള്ളവർക്ക് നല്ലതാണ്, പിന്നെ പ്രായമായവർക്ക് നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് അത്ര പ്രിഫർ ചെയ്യുന്നില്ല. അപ്പം മോർണിംഗ് ഒരു വെറും വയറ്റിൽ ഇത് കുടിച്ചാൽ നല്ല കേട്ടോ. അപ്പോൾ ഇതെന്താ ഇങ്ങനെ ഇളക്കി കരിപ്പട്ടിയും കൂടിയിട്ട് ഇളക്കി ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവും. ഇങ്ങനെ ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാകുമ്പോൾ നമുക്കത് അണച്ചു വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് കഴിഞ്ഞ് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് അതൊരു ലേഹ്യം രൂപത്തിൽ കിട്ടും. നമ്മൾ നല്ലൊരു പാത്രത്തിലേക്ക് തുടച്ചിട്ട് അത് മാറ്റുവാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ ഉമ്മ പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോക്കി ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നല്ലൊരു ഗുണമുള്ളൊരു ലേഹ്യമാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ കോക്കനട്ട് മിൽക്കും ജാഗരിയും ചേർക്കുന്നുണ്ട്, കയ്പ്പ് അത്ര അറിയാൻ പറ്റും. അതിന് രണ്ടിൻ്റെയും ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു കയ്പ്പ് നമുക്കങ്ങ് ബാലൻസ് ചെയ്ത് നിൽക്കും. അത് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലാസ്റ്റ് നമ്മൾ കടിക്കുമ്പോൾ ഒരു കയ്പ്പുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ. പ്രത്യേകിച്ച് ഫീഡിങ് മദേഴ്സിന് നല്ലതാണ്, നല്ല മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.